അങ്ങനെ നാഷണൽസ് ലീഗിന്റെ സെമി ഫൈനൽ ജർമ്മൻ ടാങ്കറിനെ 2-1 തോൽപ്പിച്ചുകൊണ്ട് പറങ്കികൾ രാജകീയമായിട്ട് നാഷണൽസ് ലീഗിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ജർമ്മനിക്കെതിരെ പോർച്ചുഗൽ നേടുന്ന ഒരു വിജയം വരുന്നത്. അതും ജർമ്മനിയുടെ തറവാടായ മ്യൂണിക്കിൽ ചെന്ന് ആ ഒരു ഇരട്ടി മധുരം നൽകുന്ന ഒരു വിജയം. രണ്ട് കോച്ചുമാരിൽ ഒരാളുടെ തന്ത്രം വിജയിക്കുകയും മറ്റൊരാളുടെ തന്ത്രം പാളിപ്പോയ ഒരു ദിവസമായിരുന്നു അത്. കാരണം ജൂലിയൻ നെഗൽസ്മാൻ എന്താണ് കാണിച്ചത്? ഇതേപോലത്തെ ഒരു ബിഗ് മാച്ചിൽ ഇതിനു മുമ്പ് വരെയും കിമ്മിച്ചിനെയൊക്കെ റൈറ്റ് ബാക്ക് ഇട്ട് കളിച്ചിരുന്ന ആളാണ്. ഇതേപോലെ ഒരു ബിഗ് മാച്ചിൽ 3 ഡിഫൻഡർ വെച്ചാണ് കളിച്ചത്. അവിടെ തന്നെ ആദ്യമേ തന്നെ പറയാമല്ലോ, അവിടെ തന്നെ അദ്ദേഹത്തിന്റെ തന്ത്രം പാളിപ്പോയി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജൊനാഥൻ തായും അതുപോലെ തന്നെ കോച്ചും ആന്റണിന്റെയും ആ ഒരു ഡിഫൻസ് ഉണ്ടല്ലോ, പാളിപ്പോയ ഒരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ കുറെ പസിൽസ് ഇന്നലെ മിസ്സാവുന്നുണ്ട്. കാരണം 56% പൊസിഷൻ കീപ്പ് ചെയ്തു. പക്ഷേ എന്തോ ക്രിയേറ്റീവ് ഫൈനൽ തേർഡിൽ ചാൻസസുകൾ അവരെ കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ വളരെയധികം ഓൺ സൈഡ് ഫുട്ബോൾ, ഒരു വളരെയധികം ബെറ്റർ ഫുട്ബോളാണ് ജർമ്മൻ സൈഡ് കളിച്ചത്. പോർച്ചുഗൽ അല്പം ഡിഫെൻസീവ് മൂഡിലേക്ക് മാറിയിരുന്നു. 7 ഷോട്ടുകൾ ജർമ്മനി അടിക്കുന്നുണ്ട്, 4 ഓൺ ടാർഗറ്റിൽ വരുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ 4 ഷോട്ടുകൾ മാത്രമേ അടിക്കുന്നുള്ളൂ, അതിൽ 1 മാത്രം ഓൺ ടാർഗറ്റുകൾ. ഫസ്റ്റ് ഹാഫിൽ മികച്ചു നിന്നിരുന്നത് ജർമ്മനി തന്നെയാണ്. ഗൊറേറ്റ്സയ്ക്ക് 2-3 ഷോട്ടുകൾ അടിക്കുന്നുണ്ട്, അതിൽ നല്ല കോസ്റ്റ സേവ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഷോട്ട് തന്നെ കോസ്റ്റ അത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് അദ്ദേഹം ആ ഷോട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കൊറൈറ്റ്സ അത് റൈറ്റ് സൈഡിലോട്ടാണ് അടിക്കുന്നത്. കണ്ണ് വെട്ടുന്ന രീതിക്കാണ് അദ്ദേഹം ആ ഒരു സേവ് ചെയ്യുന്നത്. നല്ലൊരു സേവ് ആയിരുന്നു അത്. കാരണം കറക്റ്റ് ഗോൾ ആവുന്ന ഒരു ഷോട്ടായിരുന്നു. അവിടെ കോസ്റ്റയുടെ സമയോചിതമായ ഇടപെടൽ എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഇന്നലെ ജർമ്മൻ സൈഡിൽ പുതിയ സ്ട്രൈക്കറാണ് വാൾട്ടിമേഡ് എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കർ. അദ്ദേഹത്തിന് 2 ചാൻസ് വരുന്നുണ്ട്. പക്ഷേ പരിചയസമ്പന്നം ഇല്ലാത്തതായിരിക്കാം കാരണം അദ്ദേഹം കൊണ്ട് ആ ഒരു ചാൻസസുകൾ മിസ്സാക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ പറയാമെങ്കിൽ ജർമ്മൻ സൈഡായിരുന്നു നല്ല ബെറ്റർ സൈഡ്. പക്ഷേ എങ്കിലും ഇന്നലെ പോർച്ചുഗൽ സൈഡ് ഇന്നലെ ഓവറോൾ കളി എടുത്തു പറയേണ്ട ഒരു പേര് ന്യൂനോ മെൻഡസിന്റെ പേര്. വേറിട്ട ഒരു പ്രകടനം. കാരണം എനിക്ക് ഇന്നലത്തെ കളി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നു. കാരണം നമ്മൾ കണ്ടതാണ് PSG വേണ്ടി മിന്നും പ്രകടനമാണ് ആ ഒരു ലെഫ്റ്റ് ബാക്ക് കാഴ്ചവെക്കുന്നത്. സാലേനെയും ഒന്ന് നിർത്തിവെച്ച ഒരു പ്രകടനം. സാലേയും ആ ഒരു ചാമ്പ്യൻ ലീഗിൽ ഒന്നും ചെയ്യാൻ സാധിപ്പിക്കാത്ത രീതിയിലുള്ള പ്രകടനമാണ് അദ്ദേഹം ആ ഒരു PSG വേണ്ടി UEFA ചാമ്പ്യൻസ് ലീഗിൽ നടത്തിയത്. അതുപോലത്തെ ഒരു മിന്നും പ്രകടനമാണ് പോർച്ചുഗലിന് വേണ്ടി അദ്ദേഹം ഇന്നലെ നടത്തിയത്. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ 20ാമത്തെ മിനിറ്റിലാണെന്ന് തോന്നുന്നു നെറ്റിക്ക് ഒരു പാസ് നൽകുന്നുണ്ട്, ഒരു രക്ഷയില്ലാത്ത പാസ്. അവിടെ ഒരു ഗോൾ സ്കോർ ചെയ്യണമായിരുന്നു. കാരണം ആ സമയത്ത് 2 ഡിഫൻഡർ മാത്രമേ ജർമ്മനിയുടെ ഒരു പോസ്റ്റിൽ ഉണ്ടായിരുന്നോ. കാരണം നെറ്റയും അതുപോലെ തന്നെ റൊണാൾഡോയും ആ സമയത്ത് ഉണ്ടായിരുന്നു. അവിടെ ഗോൾ പക്ഷെ സ്കോർ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ എങ്കിലും ന്യൂനോ മെൻഡസിന്റെ ഒരു അസിസ്റ്റിലാണ് റൊണാൾഡോ ആ സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ വരുന്നത്. റൊണാൾഡോയ്ക്ക് ഇന്നലെ എന്ന് പറയണമെങ്കിൽ ഒരു 2 ഗോളെങ്കിലും സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം റൊണാൾഡോയ്ക്ക് ഉണ്ടായിരുന്നു. 40 വയസ്സുള്ള ഒരു താരം ഇതുപോലത്തെ ഒരു ബിഗ് സ്റ്റേജിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഓരോ അവസരങ്ങൾ വരും തോറും 2-3 ബിഗ് ചാൻസുകളാണ് ഇന്നലെ പോർച്ചുഗലിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ 3 ബിഗ് ചാൻസുകളും മിസ് ചെയ്യുന്നുണ്ട്. അത് റൊണാൾഡോ ആണ് മിസ് ചെയ്യുന്നത്. 2 ഗോളെങ്കിലും ഇന്നലെ റൊണാൾഡോ സ്കോർ ചെയ്തിരിക്കണം. ന്യൂനോ മെൻഡസിന് തന്നെ ഒരു ചാൻസിൽ തന്നെ 2 ചാൻസുകൾ റൊണാൾഡോയ്ക്ക് വരുന്നുണ്ട്. ടാപ്പിംഗ് ചാൻസുകളായിരുന്നു, പക്ഷെ അദ്ദേഹം മിസ്സാക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ചേഞ്ചസുകൾ റോബർട്ടോ മാർട്ടിനസ് ബെൽജിയത്തിന്റെ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ബെൽജിയം ആ സമയത്ത് ഒരു ഡിഫെൻസീവ് മൂഡിൽ കളിക്കുന്ന ഒരു ഫുട്ബോളാണ് അദ്ദേഹത്തിന് ഉള്ളത്. അന്ന് ബെൽജിയത്തിന് വേണ്ടി പരിശീലിക്കുന്ന സമയത്തും 1-0 അതുപോലെ തന്നെ 2-1 എങ്ങനെ രീതിക്കാണ് ആ ഒരു കളിക്ക് ബെൽജിയം ജയിക്കുന്നത്. ആ ഒരു സമയത്ത് പോലും ഈ ഒരു നല്ലൊരു ചേഞ്ചസുകൾ വരുത്താൻ അദ്ദേഹത്തിന് കൊണ്ട് സാധിച്ചില്ല. പക്ഷേ ആ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ, 58ാമത്തെ മിനിറ്റിൽ ട്രിനാക്കോനെ മാറ്റി അവിടെ വിറ്റീനിയ വരുന്നുണ്ട്, കൊൻസാസിയോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വേൾഡ് ക്ലാസ് ഗോൾ. അദ്ദേഹത്തിന്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു റണ്ണിന് ബ്രില്യൻ പെർഫോമൻസ് നിന്ന് ആ ഇടത് കാലിൽ നിന്ന് ഒരു ഗോൾ വരുന്നുണ്ട്, വേൾഡ് ക്ലാസ് ഗോൾ കർവ്ഡ് ചെയ്ത് ടെർ സ്റ്റീഗന്. ഇന്നലത്തെ ജർമ്മൻ സൈഡ് നോക്കുകയാണെങ്കിൽ മിന്നും പ്രകടനം നടത്തിയ ടെർ സ്റ്റീഗന് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല മോനെ. അമ്മാതിരി ഒരു ഗോളായിരുന്നു, ഒരു സൂപ്പർബ് ഗോളായിരുന്നു ഇന്നലെ കൊൻസാസിയോ നേടിയത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു നല്ലൊരു പ്രകടനം നടത്തിയ ജർമ്മനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ജർമ്മനി പിന്നോട്ട് പോകുന്നുണ്ട്, പോർച്ചുഗൽ തിരിച്ചു വരുന്നുണ്ട്. കാരണം ജർമ്മനി 2 ഷോട്ടുകൾ മാത്രമേ സെക്കൻഡ് ഹാഫിൽ നൽകുന്നുള്ളൂ. അതിൽ 1 ഓൺ ടാർഗറ്റ് വരുന്നുണ്ട്. ആ ഒരു ടിനാക്കയുടെ മിസ്സിൽ നിന്ന് ജർമ്മൻ പ്ലേയേഴ്സ് ആ ബാൾ തട്ടിയെടുത്ത് അത് ഫ്ലോറിയൻ വിയേർട്സിന് നൽകുന്നുണ്ട്. ഫ്ലോറിയൻ വിയേർട്സ് അത് കിമ്മിച്ചിന് നൽകുന്നുണ്ട്. കിമ്മിച്ച് ഒരു അളന്നു മുറിച്ചൊരു പാസ് ഒരു ഹെഡറിലൂടെയാണ്
ആ ഒരു 48ാമത്തെ മിനിറ്റിൽ ജർമ്മനി ആ സ്കോർ ചെയ്യുന്നത്. 2 ഷോട്ടുകൾ മാത്രമേ സെക്കൻഡ് ഹാഫിൽ അവർ അടിക്കുന്നുണ്ട്, ആ ഒരു ഓൺ ടാർഗറ്റ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം ജർമ്മനി ചിത്രത്തിലേ ഇല്ലായിരുന്നു. അതിനുശേഷം പോർച്ചുഗലിന്റെ മാരകമായ ഒരു പെർഫോമൻസ്, 13 ഷോട്ടുകളാണ് എൻ്റെ മോനെ അവിടെ പോർച്ചുഗൽ ആ സെക്കൻഡ് ഹാഫിൽ അടിച്ചത്, 5 ഓൺ ടാർഗറ്റുകൾ. ആ ഒരു 58ാമത്തെ മിനിറ്റിൽ ആ ചേഞ്ചസ് ആണ് ആ പോർച്ചുഗലിന്റെ ആ മാരക പെർഫോമൻസിന് കാരണമായത്. കാരണം എന്തായാലും മാർട്ടിനസ് അദ്ദേഹത്തിന്റെ ഗെയിം ശൈലി ചേഞ്ചസുകൾ വരുത്തുന്നത്. കാരണം അമ്മാതിരി വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് ആ ഒരു പോർച്ചുഗൽ സൈഡിൽ ഇപ്പോൾ ഉള്ളത്. കാരണം റാഫേൽ ലിയോ, അതുപോലെ തന്നെ ഫ്ലെക്സ്, ജോട്ടയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് വിറ്റീനിയയും കോൺസാസയും എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സിനെ അദ്ദേഹം ഇറക്കിയത്. ഒരു വല്ലാത്തൊരു മാറ്റം തന്നെ പിന്നെ പോർച്ചുഗൽ സൈഡിൽ വന്നത്. അങ്ങനെ 48ാമത്തെ മിനിറ്റിൽ ആ ഗോൾ അടിക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് കോൺസാസയുടെ ബ്രില്യൻ പെർഫോമൻസ് എന്നാണ് ആ ഒരു സമനില ഗോൾ അദ്ദേഹം നേടുന്നത്. അതേപോലത്തെ 2 ഷോട്ടുകൾ അദ്ദേഹം അടിക്കുന്നുണ്ട്. ഒന്ന് ടെർ സ്റ്റേഗൻ സേവ് ചെയ്യുന്നുണ്ട്. ടെർ സ്റ്റേഗനും കിമ്മിച്ചും അതുപോലെ തന്നെ ഫ്ലോറിയം വിയർട്സുമായിരുന്നു ജർമ്മൻ സൈഡിൽ തിളങ്ങിയത്. ലിയോറോ സാനയ്ക്ക് ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള കളിയല്ല അദ്ദേഹം കൊണ്ട് കളിച്ചത്. ഇന്നലെ കുറെ ചേഞ്ചസുകളായിരുന്നു വരുത്തിയത്. അവരുടെ മെയിൻ പ്ലേയേഴ്സ് ജമാൽ മുസ്ലിയാലയും അതുപോലെ തന്നെ കെ ഹാവേർട്സും അതുപോലെ തന്നെ റൂഡിഗർ, സ്റ്റില്ലറൊക്കെ പരിക്കിന്റെ പിടിയിലാണ്. ആ ഒരു ഇത് ജർമ്മൻ സൈഡിൽ മിസ്സാവുന്നുണ്ട്. എങ്കിലും ഒരല്പം കൂടെ ചേഞ്ചസുകൾ, നല്ലൊരു കളി, നല്ല രീതിക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ തോന്നിപ്പോയി. കാരണം ക്വാളിറ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് ജർമ്മൻ സൈഡിലും ഉള്ളത്. കാരണം നോക്കുകയാണെങ്കിൽ ഇന്നലെ മിഡ്ഫീൽഡിൽ പാവലോവിച്ചും ഗൊററ്റ്സൊക്കെയാണ് ഒരല്പം കൂടെ 2-3 ഷോട്ടുകൾ അദ്ദേഹം അടിക്കുന്നുണ്ട്. കാരണം വാൾട്ടമേഡ് എന്ന് പറയുന്ന സ്ട്രൈക്കറിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫിലാണ് ആ 2ാമത്തെ ഗോൾ റൊണാൾഡോയുടെ വകയാണ് വരുന്നത്. അതിനു മുമ്പും ഒരു ചാൻസ് മെൻഡിസിന്റെ വക ഒരു ക്രോസിൽ റൊണാൾഡോയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ അതിന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ആ 2ാമത്തെ ഗോൾ വരുന്നത്, ആ സമയത്ത് നോക്കുകയാണെങ്കിൽ റൊണാൾഡോ ഓഫ് സൈഡ് പൊസിഷൻ ഉണ്ടായത്. പക്ഷെ അവിടെയാണ് അദ്ദേഹത്തിന്റെ വിഷൻ മാറുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ ഓഫ് സൈഡ് ട്രാപ്പ് മറികടക്കാൻ നോക്കുന്നുണ്ട്. ആ ഒരു ബ്രൂണോ ഫെർണാണ്ടസ്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ ബ്രൂണോ ഫെർണാണ്ടസ് വളരെയധികം സൈലന്റ് ആയിരുന്നു. അതുപോലെ തന്നെ റൂബൻ നിവസ് എന്ന് എനിക്ക് തോന്നുന്നു അല്പം ഡിഫൻഡിലേക്ക് മാറി. ന്യൂവസ് ആയിരുന്നു ആ ഒരു മിഡ്ഫീൽഡ് വന്ന് കളിച്ചത്. ന്യൂവസ് ഇന്നലെ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ചത്. പക്ഷെ എങ്കിലും ന്യൂവസിനെ ട്രാക്ക് ബാക്ക് ചെയ്യാൻ ഇന്നലെ ജർമ്മൻ പ്ലേയേഴ്സിന് സാധിച്ചിരുന്നില്ല. കാരണം റൈറ്റ് ബാക്ക് ആയിട്ടുള്ള പ്ലെയർ പിന്നെ ചില സമയത്തൊക്കെ മിഡ്ഫീൽഡ് റോളിലൊക്കെ കളിക്കുന്നുണ്ട്. ഒരു 56 മിനിറ്റാണ് അദ്ദേഹം കളിച്ചത്, 58 മിനിറ്റാണ് അദ്ദേഹം കളിച്ചത്. പക്ഷെ സൂപ്പറായിട്ട് അദ്ദേഹത്തിന് ഡിഫൻസീവിലും കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചു, മിഡ്ഫീൽഡിലും അദ്ദേഹം ഇറങ്ങി കളിക്കുന്നുണ്ട്. അങ്ങനെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആ ഒരു ബിൽഡപ്പ് നിന്നാണ് ന്യൂനോ മെൻഡസിന് അദ്ദേഹം പാസ് ചെയ്യുന്നുണ്ട്. ന്യൂനോ മെൻഡസ് ആ പാളും കൊണ്ട് മുന്നേറുന്നുണ്ട്. ന്യൂനോ മെൻഡസ് പറയാലോ ഇന്നലെ വേറിട്ട് നിന്നൊരു പ്രകടനം എന്നാണ് പറയാം. അപ്പൊ ആ ന്യൂനോ മെൻഡസിന്റെ ആ ഒരു ക്രോസിൽ നിന്നാണ് റൊണാൾഡോ ആ ഒരു വിജയ ഗോൾ നേടുന്നത്. അതിനുശേഷം കോൺസാസിയാന് ഒരു ചാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റൊണാൾഡോയ്ക്ക് 2-3 ചാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് കുറെ 2-3 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ടെർ സ്റ്റീഗന്റെ ആ ഒരു മികച്ച കരങ്ങളാണ് ആ 2 ഗോളിൽ നിർത്തിയതെന്ന് വേണം പറയാൻ. കാരണം ടെർ സ്റ്റീഗനും കിമ്മിച്ചും ഫ്ലോറിയം വിയർട്സും മാത്രമേ ജർമ്മൻ സൈഡിൽ തിളങ്ങിയുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ ബൊറൂസിയൻ സ്ട്രൈക്കർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്, പക്ഷെ അവിടെ വുഡ് വർക്ക് തട്ടിയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ജർമ്മൻ സൈഡ് സെക്കൻഡ് ഹാഫിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു പകുതി പെർഫോമൻസ് പോലും എടുക്കാൻ ജർമ്മൻ സൈഡിന് സാധിച്ചില്ല. കാരണം സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ വിറ്റീനിയെയും കോൺസാസയും ആ ഗെയിമിനെ തന്നെ ഒരുപാട് നല്ല രീതിക്ക് ചേഞ്ചസ് വരുത്താൻ സാധിച്ചു. കാരണം ആ സമയത്ത് അതിനുശേഷം പിന്നെ ബ്രൂണോ ഫെർണാണ്ടസും അല്പം കൂടെ മെച്ചപ്പെട്ട് വന്നു. അങ്ങനെ ഡിഫൻഡ് ഇന്നലെ സോളിഡ് ആയിരുന്നു. ആ ഒരു ട്രിനാക്കോയുടെ മിസ്സിൽ നിന്നാണ് ആ ഒരു ഗോൾ വരുന്നത്. നോക്കുകയാണെങ്കിൽ റൂബൻ ഡിയാസും അതുപോലെ തന്നെ ഇനാച്ചയാവും, അത് 2 പേരും സോളിഡ് ആയിരുന്നു. കാരണം ഏരിയയിലായിട്ട് ബോൾ വിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കിമ്മിച്ചിനെയും സാനയൊക്കെ അല്പം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിക്കുള്ള കളിയാണ് ഇന്നലെ പോർച്ചുഗലിന് കളിക്കാൻ സാധിച്ചത്. ഒരു വർഷങ്ങൾക്ക് ശേഷമുള്ള മാർട്ടിനസിന്റെ കീഴിൽ നല്ലൊരു കളിയാണ് ഇന്നലെ പോർച്ചുഗൽ കളിച്ചത്. അങ്ങനെ എന്തായാലും നാഷണൽസ് ലീഗിന്റെ ഫൈനൽ രാജകീയമായിട്ട് തന്നെ പോർച്ചുഗൽ കടന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇന്ന് സ്പെയിനും ഫ്രാൻസും തമ്മിൽ നടക്കുന്ന ഒരു മാച്ചിൽ നിന്നുള്ള വിജയിയാണ് ഫൈനൽ എത്തുന്നത്. ഇന്നത്തെ മാച്ച് ഒരു രക്ഷയില്ലാത്ത മാച്ചാണ്. കാരണം ഫ്രാൻസിനായിരുന്നാലും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ സ്പെയിനും. അപ്പൊ 2 മാച്ച് ഇന്ന് നടക്കാൻ പോകുന്ന ആ മാച്ചും ഒരു 1.5 മാച്ചാണ്. അതിൽ ജയിക്കുന്ന വിജയമാണ് ഇനിയിപ്പം ഫൈനലിൽ പോർച്ചുഗലുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്. അങ്ങനെ രാജാവും പടയാളികളും രാജകീയമായിട്ട് തന്നെ നാഷണൽ ലീഗിന്റെ ഫൈനൽ പ്രവേശിച്ചിരിക്കുകയാണ്. 40 വയസ്സുള്ള ചെക്കൻ
ഇപ്പോഴും ഫിസിക്കലായിട്ട് ഒരു കോട്ടവുമില്ലാത്ത ചെക്കനെന്ന് വേണം പറയാം. വളർന്നു വരുന്ന യുവ താരങ്ങൾക്ക് മാതൃക തന്നെ. കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള ആ ഒരു ഇതും കളിയിലെ ആ ഒരു വിഷനും അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോഴും നിയന്ത്രിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ മാറ്റമാണ്. എന്തായാലും 2 ഗോളുകളെങ്കിലും അദ്ദേഹം, റൊണാൾഡോ, അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. റൊണാൾഡോ 2 ഗോളെങ്കിലും ഇന്നലെ സ്കോർ ചെയ്തിരിക്കണമായിരുന്നു. പക്ഷെ എങ്കിലും രാജാവും പിള്ളേരും രാജകീയമായിട്ട് തന്നെ ആ ഒരു നാഷണൽ ലീഗിന്റെ ഫൈനൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.